ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ യൂട്യൂബ് വ്ളോഗ്. ഇട്ട് ശല്യം ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് നമ്മള് ചാപ്പുട്ടിന്റെ ബർത്ത്ഡേക്ക് എന്ത് ചെയ്തത്, സർപ്രൈസ് ആയിട്ട് 10:30 ഇവിടുന്ന് ഇറങ്ങി ആലപ്പുഴ പോയി. വാപ്പാപ്പ ഉണ്ടായിരുന്നു. ചാപ്പുട്ടി ഇക്കൂന്റെ ഇത്താത്ത. ഇത്താത്താനെ എല്ലാരും ഇത്താത്താന്ന് വിളിക്കണം. ഇത്താന്ന് വിളിക്കുന്നത് ഇത്താത്തക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഞാൻ ഇത്താന്നായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ വിളിച്ചിരുന്നത്. എനിക്ക് എപ്പോഴും ചീത്തയ്ക്കുമായിരുന്നു, ഞാൻ ഇത്താത്തയാണോ. അപ്പോ ചാപ്പുട്ടിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. പോകാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. പക്ഷെ ഉമ്മയും ബാബച്ചും പോകുന്നുണ്ട്. ഒരു ഉച്ചക്ക് 2 മണിക്ക് പോകും. അതിന് മുമ്പ് റീലിന് വേണ്ടിയിട്ട് ഉമ്മീന്റെ ഒരു ഷോട്ട് എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. നോമ്പുമാണ്. ആദ്യം അഭിനയിക്കൂല കൊറേ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ കൈയും കാര്യം പിടിച്ച് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, പ്ലീസ് പ്ലീസ്. ക്ഷീണാവണേന് മുമ്പ് തീർത്തു കൊടുക്കണം. അപ്പൊ അത് കൂടാണ്ട് അപ്പൊ ഞങ്ങളിപ്പോ ഡ്രസ് എടുക്കാന്ന് ഓർത്തു. അപ്പൊ ഇത്താത്ത ജോലിക്ക് പോകുന്നുണ്ട് ഒരു സ്കൂളില്, കോളേജ് എന്ന് പറയാൻ പറ്റില്ല, VHSC അല്ലേ. അപ്പൊ അവിടെ വർക്ക് ചെയ്യണം. അപ്പൊ എന്റെ മനസ്സിലുള്ളത് ഒരു വർക്ക് വെയർ എടുക്കണം എന്നുള്ളതാണ്. ഒരു കോട്ടൺ ചുരിദാർ വർക്കിനൊക്കെ ഇടാൻ പറ്റണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ വിചാരം എല്ലാവർക്കും അത് ഇഷ്ടമായിരിക്കും എന്നുള്ളതാണ്. വെസ്റ്റ് സൈഡിൽ നിന്ന് ഒരു കുർത്ത എടുക്കണം എന്നാണ് ഇപ്പൊ പ്ലാൻ. 12:30 ക്യാമറാമാൻ വരും. അതിന്റെ ഉള്ളില് ഇല്ലല്ല നിമിഷം ഞാൻ സമ്മതിക്കില്ല. മിക്കവാറും നമ്മള് വെസ്റ്റ് സൈഡിൽ നിന്ന് എടുക്കും. അതായിരുന്നില്ല പ്ലാൻ. സമയം ഇല്ലാത്ത തന്നെ നമ്മൾ പ്ലാൻ വെട്ടിച്ചെടുക്കാൻ പാടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഡ്രസ് എടുക്കുന്നത് കാണാം. എന്നിട്ട് ചാപ്പുട്ടിന്റെ റിയാക്ഷൻ എടുപ്പിക്കാൻ പറയാം. അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, നല്ല ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ കുർത്തി ഡീറ്റെയിൽസിനാണ്. 5 മിനിറ്റ് എടുത്തില്ലല്ലോ നിന്റെ പർച്ചേസ്. ഇല്ല, ഞാൻ ഭയങ്കര ഫാസ്റ്റാണ്. ഈ ഡ്രസ്സാണ് എടുത്തേക്കുന്നത്. എനിക്ക് പൊതുവെ ഇവിടുത്തെ ഡ്രസ്സെല്ലാം ഭയങ്കര ഇഷ്ടം. ഫുൾ കോട്ടൺ കളക്ഷനാണ്. ഓഫീസിലോട്ടിടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആയിരുന്നില്ല. എന്തായാലും എന്റെ സെലക്ഷൻ കഴിഞ്ഞു. നിന്റെ ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതെ, എന്റെ കോട്ടൺ ചുരിദാർസൊക്കെ ഇവിടെ നിന്നാണ്. ഞാൻ കുർത്തി ടൈൽസിനാണ് അധികം എടുക്കാറ്. പ്രൊമോഷനായി പോകും. പ്രൊമോഷൻ അല്ല, അതെ, ഡിസ്കൗണ്ട് പോലും തരാറില്ല. വെറുതെ നമ്മൾ ഫ്രീ പ്രൊമോഷൻ കൊടുക്കണ്ടേ. അപ്പൊ നമുക്ക് ഇക്കോന്റെ വകയുള്ളത് എടുക്കാൻ വെസ്റ്റ് സൈഡിലല്ലോ ജൂഡിയോ അല്ലേ ഇവിടെ. വെസ്റ്റ് സൈഡ് നമ്മളവിടെ തന്നെ കാക്കനാട് പോകാം. ഇപ്പൊ സമയം 11:52. ഇക്കോന്റെ സെലക്ഷൻ ഇക്കോ പറയുന്നത് 10 മിനിറ്റിൽ തീർക്കുന്നതാണ്. ഞാൻ പറയുന്നത് ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. എനിക്കല്ലോ പെട്ടെന്ന്. ഇക്കോന് സ്വന്തം ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ 3 മണിക്കൂർ കണക്കാണ്. സ്വന്തം ഡ്രസ്സ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു അരമണിക്കൂർ ഇട്ടത്. നോക്കാം നമുക്ക്, എന്തായാലും നോക്കാം. വെസ്റ്റ് സൈഡിൽ ശരിക്കും എത്തനിക് കളക്ഷൻ നല്ലതാട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇനോഗ്രേഷൻ പോയപ്പോ വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ്. നമ്മളൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല യൂട്യൂബില്. ഓക്കെ, സാറെന്തോ വിജൃംഭിച്ച സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയുള്ള നടത്തം തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു നടത്താണ് ഇനി 3 മണിക്കൂർ നടക്കുക. സ്വന്തം ഡ്രസ്സാണെങ്കിൽ ഇട്ടോ കൂട്ടാ. ഞാനപ്പുറം പോയി 2 ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് വന്നു. ചേട്ടൻ ഇപ്പോഴും നടക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇത് നല്ല രസമുണ്ട്, ഇതിട്ടിട്ടുണ്ടെങ്കിൽ ഫ്ലോയി ആയിട്ട് കിടക്കും. ഇക്കോ പറ, യൂസ് ചെയ്ത വേർഡ് യൂസ് ചെയ്യും. വേറൊരു വാക്ക് യൂസ് ചെയ്തായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എനിക്കിഷ്ടമാണ്. എനിക്ക് നല്ല ബ്രൈറ്റ് പിങ്ക് ഇഷ്ടമാണ്. ഞാൻ കാണിച്ചത് ആ ഡ്രസ്സ് പ്ലെയിൻ വൈറ്റാ എനിക്കിഷ്ടമായത്. ഇതിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബ്രൈറ്റ് അടിച്ചു ലൈറ്റ് അടിച്ചോ, അതൊന്നും ഈക്വൽ ഇഷ്ടം. അങ്ങനെ ഒരു കഷ്ടപ്പെട്ടൊരു പാൻറ്റും ഒരു ടോപ്പും കണ്ടുപിടിച്ചിട്ടുണ്ട് സാർ. അതെടുക്കാം, രസമുണ്ട്. യെസ്, ഇറക്കും മതി. ഉണ്ടാവും രസമുണ്ടാവും. സമയത്രേ
12:02 കഴിഞ്ഞിട്ടുണ്ടോ? എന്തായാലും 10 മിനിറ്റിൽ കൂടുതലായി. 10 മിനിറ്റ് കൊണ്ട് സെലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. ആദ്യമായിട്ടാണ്. അങ്ങനെ സക്സസ്ഫുള്ളി 1 മണിക്കൂറിനുള്ളിൽ മൊത്തം ഷോപ്പിംഗ് തീർത്തിട്ടുണ്ട്. Which is like appreciable thing for Rico. Good job. Thank you. പിന്നെ ഇനിയിപ്പോ റിയാക്ഷൻ ആയിരിക്കില്ല മിക്കവാറും. ഇട്ടിട്ടുള്ള കുറച്ച് ക്ലിപ്പ് ഉമ്മയും വാപ്പിച്ച് തരുമ്പോ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ആരപ്പുറത്ത് രണ്ടുപേരും അപ്പുറത്ത് നിൽക്ക്. തുറന്നെടുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞ അത് മതി. ഹാപ്പി ബർത്ത്ഡേ ടു യു. മോളെ വക മോൻ്റെ വക കൊടുത്തേട്ടാ. കാണിച്ചേ അടാ ആരാൻ്റെ വക കേട്ടാ. ചെരുപ്പ് കാണിച്ച സ്പ്രേ ചെരുപ്പട്ട ആര ചെരുപ്പ്. ഇനി അടുത്തത് അപ്പുറത്തു മാറി കാണിച്ചേ കാണിക്കേ. പാപ്പ മിന്നുമ്മ മിന്നുമ്മയുടെ ഷാരുമാമാടെ. ഓ ഞാനില്ലേ ഉമ്മി ഞാനില്ലേ സ്കൈ ബ്ലൂ കളർ മേടിക്കാൻ പോയതാ. കാണിച്ച് അതല്ല വൈറ്റ് പാൻറ് ഇങ്ങനത്തെ ഞാൻ നോക്കി രണ്ടുപേരും ഇതിന് സെപ്പറേറ്റ് റെസ്റ്റോറന്റ് ഇതേപോലെ തന്നെ ഉണ്ട്. പാൻറ് അടിച്ച് ഗിഫ്റ്റ് ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു. രണ്ടിന്റെ ബില്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് മാറ്റണമെങ്കിൽ മാറ്റേണ്ട ആൾക്കാർ മെയിൻ ആൾക്കാരാണ്. ഫാമിലി മൊത്തം മൂത്ത് മാത്രം കുഴപ്പമില്ല. ലാലയൊക്കെ 3 പ്രാവശ്യം മാറ്റും. അതിങ്ങനെ ഇഷ്ടപ്പെട്ടെടുക്കുന്ന ഡ്രസ് ആയിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും കുഞ്ഞു കാര്യം പറയും. അപ്പൊ പിന്നെ അങ്ങ് മാറ്റും. അതുകൊണ്ട് ബില്ലൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. എന്താവും നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇത് ഒരു കുഞ്ഞു വ്ലോഗാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.